ഒരു കാര്യം പറയട്ടെ, അച്ഛൻ പോയിട്ട് എത്ര വർഷമായി? അമ്മ വേറെ വീടുകളിൽ പണി ചെയ്ത് എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാനിപ്പോൾ വലുതായില്ലേ, ഞാനും ജോലി ചെയ്യട്ടെ. അല്ലെങ്കിൽ വീടുകളിൽ വന്ന് ഞാൻ അമ്മയെ സഹായിക്കാം. ശരി, വേറെ എന്തൊക്കെ ചെയ്യും? 12 പാസ്സായവൾക്ക് എന്ത് ജോലി കിട്ടാനാ? എന്നെപ്പോലെ അടിച്ചു വാരുന്നതൊക്കെ ചെയ്യാനാണോ? ഹാ, അതിലെന്താ തെറ്റ്? അമ്മ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്തല്ലേ എന്നെ നോക്കിയത്. പക്ഷെ നീയും അതുതന്നെ ചെയ്യാനല്ലല്ലോ പഠിപ്പിച്ചത്. ഞാൻ നിന്നെക്കൊണ്ട് ഒരു പൊടി പോലും എടുപ്പിച്ചിട്ടില്ല. നിന്റെ നിറം പോകുമെന്ന് കരുതി. നോക്കിക്കോ, നിന്റെ കല്യാണം ഒരു വലിയ പണക്കാരനുമായി നടത്തും. ഞാൻ ചെറുപ്പം മുതലേ ഇതാ കേൾക്കുന്നത്. എന്നാൽ എന്നോട് പറ, എങ്ങനെ പണക്കാരനുമായി കല്യാണം കഴിപ്പിക്കും? നടത്തും, ഉറപ്പായും നടത്തും. നിനക്കിനി ജീവിതത്തിൽ ഇരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരണം. എന്നെപ്പോലെ വല്ലവന്റെയും തുണി കഴുകണ്ട, മനസ്സിലായോ? ഇപ്പോൾ പോയി മിണ്ടാതെയിരിക്കും. അമ്മ കൽപ്പനയുടെ വാക്ക് കേട്ട് ഈശ ചിരിച്ചു. ഭർത്താവ് മരിച്ച ശേഷം കൽപ്പന ഒരുപാട് കഷ്ടപ്പെട്ട് തന്റെ ഏക മകൾ ഈശയെ പഠിപ്പിച്ച് വലുതാക്കി. ഇപ്പോൾ അവളുടെ കല്യാണത്തെപ്പറ്റിയുള്ള ചിന്തയാണ് രാത്രിയും പകലും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, ഈശേ, എന്റെ ശമ്പളം വന്നു, ഞാൻ ചന്തയിൽ പോയിട്ട് വരാം. റേഷനും വെള്ളവും വാങ്ങാം. ശരിയമ്മേ. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ പറ. ഒരു വലിയ ലെഹങ്ക വേണമായിരുന്നു, 15,000 രൂപയുടെ. ഇങ്ങനെ ഈശയുടെയും കൽപ്പനയുടെയും ജീവിതം മുമ്പോട്ടു പോയി. 1 മാസത്തിനു ശേഷം കൽപ്പന ചന്തയിൽ പോകാനായി തയ്യാറായിക്കൊണ്ടിരുന്നു. ഈശയെ, ഞാൻ ചന്തയിൽ പോവാ, ഒരു ഗ്ലാസ് വെള്ളം താ. വെള്ളം പിന്നെ കുടിക്കാം, ആദ്യം ഇത് കേൾക്ക്. ഈശ ഒരു പുതിയ ബ്ലൗസ് അമ്മയ്ക്ക് നേരെ കാണിച്ചു. ആ ബ്ലൗസ് കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് കൽപ്പനയുടെ യജമാനൻ സാരി കൊടുത്തിരുന്നു. പക്ഷേ അതിന് ബ്ലൗസ് ഇല്ല. ഈശ തന്റെ അമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ തന്നെ ബ്ലൗസ് തയ്ച്ചു. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇനി വെള്ളം താ. വെള്ളമൊക്കെ പിന്നെ, ആദ്യമേ ബ്ലൗസും ഇട്ട് സാരിയും എടുത്തന്നെ ഒന്ന് കാണിക്ക്. ഈശ തന്റെ അമ്മയെ മുറിയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൽപ്പന ആ സാരിയും എടുത്ത് പുറത്തു വന്നു. ആ സാരിയിൽ അവരെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊള്ളാമല്ലോ, ഒരു സിനിമാ നടിയെ പോലെയുണ്ട്. ശരിക്കും? ഞാൻ ഈ സാരി സൂക്ഷിച്ചു വെച്ചേക്കാം. കല്യാണം വരുമ്പോൾ ഉടുക്കാനുള്ളതാ. സൂക്ഷിച്ചു വെച്ചോ. എന്നാൽ ഇത് ഉടുത്തിന്ന് പോയാൽ മതി. നിനക്ക് വട്ടാണോ? ജനങ്ങൾ എന്തു പറയും? എന്തു പറയാനാ, അവരെന്തെങ്കിലും പറയട്ടെ. ഇതുടുത്തുകൊണ്ട് പോവാമ്മേ, നന്നായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്, നീയും നന്നായിട്ടൊന്ന് ഒരുങ്ങി വാ, നമുക്ക് 2 പേർക്കും പോകാം. നല്ല പണക്കാരെ പോലെ തന്നെ. കൽപ്പന പറയുന്നത് കേട്ട് ഈശ റെഡിയാകാനായി പോയി. കുറച്ചുനേരം കഴിഞ്ഞ് 2 പേരും റെഡിയായി ചന്തയിൽ പോയി. 2 പേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചന്തയിലെ ഒരു കടയിൽ നിന്നും കൽപ്പന പച്ചക്കറി വാങ്ങി. അപ്പോൾ അവിടേക്കൊരു കാർ വന്നു. ആ കാർ കൽപ്പനയെ ചെറുതായൊന്ന് ഇടിച്ചിരുന്നു. കൽപ്പനയുടെ നിലവിളി കേട്ട് കാറിൽ നിന്നും ഒരു അമ്മയും മകനും ഇറങ്ങി. കൽപ്പനയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവർ പറഞ്ഞു, സോറി ആന്റി, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അയ്യോ അൻക്ക്, നീ എന്തായി ചെയ്തത്? പെങ്ങളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല മോനെ. ദൈവപുണ്യം കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല. കാര്യമെന്നാൽ എന്റെ മകൻ കഴിഞ്ഞ മാസമാണ് കാർ എടുത്തത്. ഓടിക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. മുഴുവൻ കാശ് കൊടുത്ത് വാങ്ങിയതാ. ലോണും കാര്യങ്ങളും ഒന്നുമില്ല. അത് നല്ല കാര്യമാണല്ലോ. മൊത്തത്തിൽ എത്ര രൂപയായി? മുഴുവൻ 12 ലക്ഷമായി. നിങ്ങളുടെ അടുത്ത് ഏത് കാറാ? അത് പിന്നെ ഞങ്ങൾക്ക് കാറൊന്നും ഓടിക്കാൻ അറിയില്ല, ഇവൾക്കും അറിയില്ല. അതുകൊണ്ട് കാർ വാങ്ങിയില്ല. ശരി, മോൾ എന്തു പറയുന്നു? നമസ്തേ, സുഖമായിരിക്കുന്നു ആന്റി. മകൾ വളരെ നല്ലൊരു കുട്ടിയാണല്ലോ. ഇവളെ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? അതെ, ഇപ്പോൾ ആൺകുട്ടികളുടെ ഒരു ലൈൻ തന്നെയുണ്ട് വീടിനു മുമ്പിൽ. നിങ്ങൾ കണ്ടില്ലേ എന്റെ മകൾ എത്ര സുന്ദരിയാണെന്ന്? പിന്നെ ഒറ്റ മകളും. അത് തന്നെ. നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഒന്ന് താ, ആവശ്യം വരും. എഴുതിക്കോളൂ ആന്റി. ഈശ അമൃതയ്ക്ക് തന്റെ മൊബൈൽ നമ്പർ നൽകി. കാരണം അമ്മ കൽപ്പനയുടെ കയ്യിൽ ഫോണില്ല. കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം അവർ 2 പേരും അവിടെ നിന്നും പോയി. നോക്ക്, നിനക്ക് കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ? അവൾ സുന്ദരിയാണമ്മേ. അതാ ഞാനും ചിന്തിക്കുന്നത്. കാണാൻ നല്ല പണക്കാരെ പോലെ തന്നെയുണ്ട്. കൂടാതെ ഒറ്റ മകളും. നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാലോ? പിന്നെ ഭാവിയിലെല്ലാം നമ്മളുടേതാകും. എന്തു തോന്നുന്നു? അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ സംസാരിക്കാമല്ലേ? പിന്നെ സംസാരിച്ചിട്ടേ ഉള്ളൂ ഇനി. അൻകിതും ഈശയുടെ സൗന്ദര്യത്തിന് മുൻപിൽ വീണിരുന്നു. കൂടാതെ തന്നെ അവർ 2 പേരും പണക്കാരാണെന്ന് വിചാരിച്ച് അമ്മയുടെ മകന്റെയും കണ്ണു തിളങ്ങി. വൈകുന്നേരം ഈശയുടെ വീട്ടിൽ, അമ്മേ, ഇത്രയും കള്ളം പറയേണ്ട എന്താവശ്യമാ? നീ ഒന്നും മിണ്ടാതിരിക്കും. ചിന്തിച്ചു നോക്കൂ, നിന്റെ കല്യാണം ആ ചെറുക്കനുമായി നടന്നാൽ നീ ഒരു രാജ്ഞിയാകും. പക്ഷെ അമ്മേ, നമ്മളുടെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ എന്താ ഉള്ളത്? നീ ഒന്നും മിണ്ടാതിരിക്കൂ. ഒരു തവണ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? പക്ഷേ അമ്മേ, കേശവ്, ഞങ്ങൾ പ്രണയത്തിലാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഏത് കേശവ്? ആ മംഗളുവിന്റെ മകനോ? അയ്യേ, ഒരു കർഷകനെ കല്യാണം കഴിച്ച നിനക്ക് എന്ത് കിട്ടാനാ? നീ കേട്ടില്ലേ? ആ പയ്യൻ 12 ലക്ഷത്തിന്റെ കാർ, അതും പൈസ കൊടുത്ത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ കല്യാണം ആ പയ്യനുമായി തന്നെ നടത്തും, ഒരു കർഷകനുമായിട്ടൊന്നുമല്ല. ഇത്രയും പറഞ്ഞ് കൽപ്പന അവിടെ നിന്നും പോയി. ഈശ കരഞ്ഞു. ഈശയും കേശവും തമ്മിൽ വളരെ സ്നേഹിച്ചിരുന്നു. പിന്നെ എപ്പോൾ ഈശ കൽപ്പനയുടെ അടുത്ത് കേശവന്റെ പേര് പറഞ്ഞു, കൽപ്പന അവളെ വഴക്കു പറയുമായിരുന്നു.
കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇഷയുടെയും അൻകിതിന്റെയും നിശ്ചയം കഴിഞ്ഞു. ഈ നിശ്ചയത്തിൽ ഇഷയുടെയും കേശവിന്റെയും രണ്ടുപേരുടെയും ഹൃദയം തകർന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സഹോദരി, ഇപ്പോൾ കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കണം. ആഹാ, ഞാനും അതാ പറയാൻ വന്നത്. ഇപ്പോൾ സ്ത്രീധനത്തെക്കുറിച്ചും ഒന്ന് പറഞ്ഞേക്കാം. നോക്കൂ, കാർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് നല്ല പേരാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇഷയ്ക്ക് കുറഞ്ഞത് 10 ലക്ഷം രൂപയുടെ ലഹങ്ക എടുക്ക്, പിന്നെ പൈസയും തരണം. മതി, ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി. അപ്പോൾ കൽപ്പന പെട്ടുപോയി. അവൾ കൈകൂപ്പി അവരോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. അവർ ചിന്തിച്ചു അൻകിത് ഇഷയെ കല്യാണം കഴിക്കുമെന്ന്. എന്നാൽ അവനും തന്റെ അമ്മയെപ്പോലെയൊരു അത്യാഗ്രഹിയായിരുന്നു. ഇഷ നേരത്തെ സങ്കടത്തിലാണ്. ഇപ്പോൾ കൽപ്പനയും സങ്കടത്തിലായി. തന്റെ മകളെ പണക്കാര വീട്ടിൽ കല്യാണം കഴിപ്പിക്കണമെന്നുള്ള സ്വപ്നം തകർന്നുപോയി. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതല്ലേ, ഈ കള്ളമൊക്കെ എത്ര ദിവസം നിലനിൽക്കും? ഞാൻ അങ്ങനെ എന്ത് തെറ്റാ ചെയ്തത്? നിന്നെ പണക്കാര വീട്ടിൽ കെട്ടിക്കണമെന്ന ഒരാഗ്രഹമേ എനിക്കുള്ളൂ. ഈ പണക്കാരൊക്കെ എത്ര അത്യാഗ്രഹികളാണ്. വിഷമിക്കണ്ട അമ്മേ, ദൈവം എല്ലാം നടത്തിത്തരും. നീ ഒരു കാര്യം ചെയ്, കേശവനെ വിളിക്ക്. ഞാൻ നിന്റെ കല്യാണം അവനോടൊപ്പം നടത്താം. ഇത് കേട്ടപ്പോൾ ഈശയ്ക്ക് സന്തോഷമായി. രാത്രി കേശവ് വീട്ടിലേക്ക് വന്നപ്പോൾ കൽപ്പന തന്റെ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. അമ്മേ, അമ്മ വിഷമിക്കണ്ട. എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ വിഷമിക്കണ്ട. ഇഷയ്ക്ക് അച്ഛനും ചേട്ടനുമില്ലെന്നറിയാം. നിങ്ങളെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം. കേശവ് പറയുന്നത് കേട്ട് കൽപ്പനയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി. അവർ കേശവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ പണ്ഡിതനെ വിളിച്ച് രണ്ടുപേരുടെയും കല്യാണത്തിന്റെ തീയതിയും കുറിച്ചു. 1 മാസത്തിനു ശേഷം കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം കൽപ്പനയുടെ വീട്ടിൽ പെട്ടെന്നൊരു വൃദ്ധയായ ഭിക്ഷക്കാരി വന്നു. മോളെ, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ആ അമ്മ, ഇരിക്ക്, ഞാൻ താങ്കൾക്ക് വേണ്ടി ഭക്ഷണം എടുക്കാം. ഭിക്ഷക്കാരി ഭക്ഷണം കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളവും കുടിച്ചു. നിങ്ങൾക്ക് ഒരുപാട് നന്ദി മോളെ. നീ ഈ വിശന്നു വലഞ്ഞ ഭിക്ഷക്കാരിക്ക് ഭക്ഷണം നൽകി. അതിനെന്താ അമ്മേ? നിങ്ങൾ എന്റെ മകളെ അനുഗ്രഹിക്കണം. അവളുടെ കല്യാണം അടുത്ത മാസമാ. ആഹാ, കൊള്ളാമല്ലോ മോളെ. ഞാൻ നിന്നെ ആശീർവദിച്ചിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം. പറഞ്ഞോളൂ അമ്മേ. നിന്റെ കിണറ്റിലെ വെള്ളം കുറച്ച് എരിവുള്ളതാ. അത് കുറച്ചുകൂടി ഒന്ന് കുഴിച്ചു നോക്കണം. അത് നിന്റെ മകളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ചെയ്യണം. ഞാൻ അപ്പോൾ വരും അതിലെ വെള്ളം കുടിക്കാനായി. എന്നിട്ട് നോക്കിക്കോളൂ, എല്ലാം ശരിയാകും. ശരിയമ്മേ. ഇത് പറഞ്ഞ് വൃദ്ധ ഭിക്ഷക്കാരി അവിടെ നിന്നും പോയി. മറുവശത്ത് കൽപ്പന ഇക്കാര്യം കേശവനോട് പറഞ്ഞു. കേശവ് മൺവെട്ടിയുമായി കിണർ കുത്താൻ തുടങ്ങി. അവൻ മൺവെട്ടിയെടുത്ത് കുഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് എന്തോ ഒന്നിൽ തട്ടി നിന്നു. അവൻ മണ്ണു മാറ്റി നോക്കിയപ്പോൾ താഴെ കണ്ടു ഒരു മൺകുടം നിറയെ സ്വർണമിരിക്കുന്നു. അതവൻ എടുത്തു. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, അത്ഭുതം. അത് ഭിക്ഷക്കാരിയൊന്നുമല്ല, അത് സാക്ഷാൽ ദേവിയാണ്. ഇപ്പോൾ ഞാൻ എന്റെ മകളുടെ കല്യാണം നന്നായി നടത്തും. കൽപ്പന ആ സ്വർണത്തിൽ നിന്നും കുറച്ചു വിറ്റ് ഇഷയ്ക്ക് 10 ലക്ഷത്തിന്റെ ലഹങ്ക വാങ്ങി. നല്ല വിലയുള്ള കാർ കേശവനും വാങ്ങി. അമ്മേ, എനിക്ക് മെഹങ്കയും കാറുമൊന്നും വേണ്ട. നിനക്കാവശ്യമില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കുണ്ട്. എടാ മോനെ, 10 ലക്ഷത്തിന്റെ ലഹങ്ക ഇട്ടാൽ എന്റെ മകൾ 20 ലക്ഷത്തിന്റെ കാറിൽ ഇരിക്കണ്ടേ? പിന്നെ അമൃതയുടെ വീട്ടിലേക്ക് പോകണം. പോയി മിഠായി കൊടുത്തിട്ട് വരണം. അമൃതയും അൻകിതും പുതിയ കാറും ഇഷയുടെ 10 ലക്ഷത്തിന്റെ ലഹങ്കയും കണ്ട് അമ്പരന്ന് നിന്നു. അവിടെ ഇഷയുടെയും കൽപ്പനയുടെയും സന്തോഷത്തിന് അളവേയില്ല. രണ്ടുപേരുടെയും സ്വപ്നവും നിറവേറി. വൃന്ദയ്ക്ക് 2 പെൺമക്കളല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. മൂത്ത മകൾ സുനേന പണക്കാരനായ ആകാശിനെ കല്യാണം കഴിച്ച് നഗരത്തിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ വൃന്ദയുടെ ഇളയ മകളായ വർഷയുടെ കല്യാണവും അതേ നഗരത്തിലെ സാധാരണ ഒരു പയ്യനുമായി നടന്നു. ആ നഗരത്തിൽ മൂത്ത മകളും ഉണ്ടായിരുന്നു. കുറെ നാളായി വൃന്ദ സ്വന്തം മക്കളെ ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മക്കളെ ഒന്ന് കാണാൻ നഗരത്തിലേക്ക് പോകാമെന്ന് കരുതി. രാമലാലേ, മക്കളെ കാണാൻ പോവാ. നല്ല ലഡുവും മുറുക്കും ഒക്കെ തരണം. നല്ല നെയ്ല് വേണം ഉണ്ടാക്കാൻ. ഞാൻ അവരെ കണ്ടിട്ട് വന്നിട്ട് പൈസ തരാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട വൃന്ദ ചേച്ചി, മധുര പലഹാരങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങളുടെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാര് എന്തായാലും നിങ്ങളെ പുകഴ്ത്തി പറയും. അങ്ങനെയുള്ള മധുര പലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അറിയാവോ? ശരി ശരി, ആയി കഴിയുമ്പോൾ ഒന്ന് വീട്ടിലേക്ക് വന്ന് തന്നേക്കണം. രാവിലത്തെ ബസ്സിന് എനിക്കങ്ങോട്ട് പോകണം. അങ്ങനെ രാവിലെ തന്നെ ബസ് കയറി വൃന്ദ നേരെ മൂത്ത മകളായ സുനേനയുടെ വീട്ടിലേക്ക് പോകും. വൃന്ദ 2 മക്കളോടും വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് അമ്മയെ കാണുമ്പോൾ തന്നെ സുനേനയുടെ മുഖം വല്ലാണ്ട് തന്നെയാകും. അമ്മ, എന്താ ഇവിടെ പെട്ടെന്ന്? എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ കരുതി പെട്ടെന്ന് എന്നെ കാണുമ്പോൾ നിനക്ക് സന്തോഷമാവുമല്ലോ. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അമ്മ.
കെട്ടിച്ചു വിട്ടത് വലിയ വീട്ടിലല്ലേ അമ്മ, അതുകൊണ്ടാ. അമ്മയ്ക്കറിയാലോ, ഇവിടെ വലിയ വലിയ ആൾക്കാർ എപ്പോഴും വന്നും പോയിരിക്കും. അമ്മ പെട്ടെന്ന് വന്നതുകൊണ്ടേ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതാ. ഇന്ന് ആകാശ് ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആ കാര്യം നോക്കണം. അമ്മ ഒരു കാര്യം ചെയ്യ, എന്റെ റൂമിൽ പോയിരുന്നോ. രാമു ചേട്ടൻ അമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരവും ചായയും തരും. ആ മോളെ, ആദ്യം നീ ആകാശിന്റെ കാര്യം നോക്ക് കേട്ടോ. ഞാൻ നിന്റെ റൂമിലിരുന്നോളാം. ആഹാരമൊക്കെ എനിക്ക് പിന്നെ മതി. ഞാൻ വരുന്ന വഴിക്ക് ചപ്പാത്തി അച്ചാറും കൊണ്ടുവന്നായിരുന്നു. എനിക്കാണെ വിശപ്പുമില്ല. ആ മോളെ, പിന്നില്ലേ, രാമുചേട്ടന്റെ കടയിൽ നിന്ന് ഞാനേ മധുരപ്പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത്... അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. പെട്ടെന്ന് പോയി റൂമിലിരിക്ക്. ഇപ്പൊ ഇതൊന്നും തുറക്കണ്ട കേട്ടോ. സുനേന പറഞ്ഞത് കേട്ട് വൃന്ദയ്ക്ക് ആകെ പടവിഷമമായി. ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നേരെ അങ്ങ് പോയി. 2 മണിക്കൂറായിട്ട് മുറിയിൽ ആരും വന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും വൃന്ദയോട് ചോദിച്ചില്ല. കുറെ നേരം കഴിഞ്ഞ് സുനേനയുടെ ഭർത്താവ് ആകാശ് അങ്ങോട്ടേക്ക് വരും. അവിടെ വൃന്ദ ഇരിക്കണത് കാണുകയും ചെയ്യും. അയ്യോ അമ്മയോ, എപ്പോ വന്നു? അനുഗ്രഹിച്ചാലും. ആ മോനെ, നന്നായി വാ. കുറച്ചേരായി വന്നിട്ട്. സുനേന ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. മോന്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അതുകൊണ്ടാ കാണാതിരുന്നേ. അതെ അതെ, എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. അവരെല്ലാം പോയി. എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹ വാർഷികമായിരുന്നു ഇന്ന്. അയ്യോ സോറി അമ്മ, ഞാൻ മറന്നുപോയി അമ്മ വന്ന കാര്യം. കുറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ മറന്നുപോയി. അമ്മ രാമുചേട്ടനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിപ്പിക്കാത്ത എന്ത്? ഇവിടെ അമ്മായി ആണെങ്കിൽ മൂത്ത ചേട്ടത്തിയുടെ വീട്ടിൽ പോയേക്കുവാ, അതാ പ്രശ്നം. ഇല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് കൂട്ടു തന്നേനെ, അതുകൊണ്ടാ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞേ. രാമുചേട്ടാ, അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കൂ. അയ്യോ വേണ്ട മോളെ, ഞാൻ ഒരു ദിവസത്തേക്ക് വന്നതാ. ഇനി രാത്രി വർഷയുടെ അവിടെ പോയി നിൽക്കാം. നിങ്ങളെ രണ്ടുപേരെയും കണ്ടല്ലോ ഞാൻ. പിള്ളേരെവിടെ കാണുന്നില്ലല്ലോ. പിള്ളേരെ അമ്മായിയുടെ കൂടെ പോയേക്കുവാ. 2 ദിവസത്തെ അവധിയല്ലേ, അതുകൊണ്ടാ അങ്ങോട്ട് വിട്ടു. അമ്മ ഞാൻ ലേറ്റ് ആവുന്നു, ഒന്ന് ഒരുങ്ങട്ടെ. അതിനെന്താ മോളെ. ആകാശ് മോനെ, എൻ്റെ അടുത്ത് അധികമൊന്നുമില്ല. ഇതെൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും മേടിക്കണോ ഇത്. എല്ലാവർക്കും വേണ്ടി ഞാൻ ലഡ്ഡുവും മുറുക്കും കൊണ്ടുവന്നിട്ടുണ്ടേ. പിള്ളേർക്ക് കൊടുക്കണേ, കഴിക്കണേ. ഇത് നീയും പിടിച്ചോ. ഇനി എന്ന് കാണുമെന്നറിയില്ല. അമ്മ എന്തുവാ എപ്പോ നോക്കിയാലും ഇത്രയും അമ്മയ്ക്ക് തരാനുള്ളൂ? ഒരു കാര്യം ചെയ്യ്, ഇത് വർഷയ്ക്ക് കൊണ്ടേ കൊടുത്തേരെ. അവക്കല്ലേ പൈസയുടെ ആവശ്യം. ആകാശ് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തേരെ. ദിനേശിന് ആവശ്യം വരും. ആ ശരി. അയ്യോ, എന്തിനാ മോളെ ഇങ്ങനെ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി. സുനേന പറയണ കേക്ക്. അമ്മ എനിക്ക് ഓൾറെഡി ലേറ്റ് ആയി. ബ്യൂട്ടി പാർലറിൽ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചേക്കുവാ. എന്താ? എനിക്ക് സമയമൊന്നുമില്ല. ആ പിന്നെ രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആഹാരം കഴിച്ചിട്ട് പോണം. പോകുമ്പോ പറഞ്ഞിട്ട് പോണേ. ഇല്ലല്ലേ, ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ. ഇവിടെയാണെങ്കിൽ കള്ളന്മാരുടെ ശല്യമുണ്ട്. ഒരുപാട് ആഗ്രഹത്തോടെയാണ് വൃന്ദ മകളെ കാണാൻ വന്നത്. പക്ഷെ സുനേനയുടെ പെരുമാറ്റം സ്വന്തം അമ്മയോട് അത് വളരെ ദുഃഖകരമായിരുന്നു. മൂത്ത മകളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. വൃന്ദയുടെ കണ്ണിൽ കണ്ണുനീരായിരുന്നു. അവൾ ആലോചിക്കുകയായിരുന്നു, മൂത്ത മകളുടെ അടുത്ത് നിന്നപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇളയ മകളുടെ അടുത്ത് പോകുമ്പോൾ എന്താകുമെന്ന്. വൃന്ദ ആലോചിച്ച് നടക്കുകയായിരുന്നു റോഡിൽ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിൽക്കും. ആ ഓട്ടോറിക്ഷ ദിനേശിന്റെ ആയിരുന്നു, കാരണം ദിനേശ് ഓട്ടോറിക്ഷക്കാരനായിരുന്നു. ആ അമ്മയോ? അമ്മയെ ഇവിടെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. അമ്മ നഗരത്തിൽ വന്നിട്ടും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അമ്മ വന്ന് ഓട്ടോയിലിരിക്കെ, ഞാൻ കൊണ്ടുവിടാം. അത് പിന്നെ ഞാൻ വർഷേനെ കാണാൻ വരികയായിരുന്നു. ആദ്യം സുനേന മോളെ കാണാന്ന് കരുതി. അവളെ കണ്ടിട്ട് വരുന്ന വഴിയാ. കൊള്ളാം, നല്ലത് തന്നെ. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? വർഷയ്ക്ക് അമ്മയെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. അമ്മ വന്ന് ഓട്ടോയിലിരിക്കും, നമുക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി തണുത്ത വെള്ളം മേടിക്കാം. ദിനേശ് അടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് തണുത്ത വെള്ളം വാങ്ങിച്ച് നേരെ വൃന്ദയ്ക്ക് കൊണ്ടു കൊടുക്കും. ദിനേശ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും. വൃന്ദയുടെ മുഖത്ത് ഒരിത്തിരി വിഷമവും ഇത്തിരി സന്തോഷവും കാണുന്നുണ്ടായിരുന്നു. കുറച്ചേരം കഴിയുമ്പോൾ ദിനേശ് നേരെ വീട്ടിലേക്ക് എത്തിക്കും. അമ്മ, അമ്മയോ? എത്ര നാളായി അമ്മേനെ കണ്ടിട്ടൊന്ന്. അമ്മയ്ക്ക് അറിയില്ല എന്റെ സന്തോഷം അമ്മേനെ കണ്ടിട്ട്. ഷോ, എനിക്ക് എന്ത് വിഷമായിരുന്നു എന്നറിയോ? ഇദ്ദേഹത്തോട് ഞാൻ എപ്പോഴും പറയാം എനിക്ക് എന്റെ അമ്മയെ കാണണം. എനിക്കിപ്പോ സന്തോഷമായി, എന്റെ അമ്മ വന്നല്ലോ. വരുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നേ? ആദ്യം സുനേന ചേച്ചിനെ കാണാൻ പോയല്ലേ? ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് രണ്ടാമത് കാണാന്ന് കരുതിയല്ലേ? അത് സത്യ. ഞാൻ ആദ്യം സുനേനനെ കാണാനാ പോയത്. അവിടുന്ന് വരുന്ന വഴിയാ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്നത്. എന്റെ വീട്ടിലെ ഉണക്കറൊട്ടിയൊക്കെ കഴിക്കും അമ്മ. എന്നാലും പറ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇന്ന് എന്റെ കൈകൊണ്ടുണ്ടാക്കി തരും. വൃന്ദ സന്തോഷവും കൊണ്ട് അവളോട് പറയും, അത് ഒരു ഇഞ്ചിയിട്ട ചായ ഉണ്ടാക്കി തരുമോ? മുട്ടുവേദനയാ. ആ, ചായ ഞാൻ ഉണ്ടാക്കി തരാം. അതേന്നേ,
അമ്മയ്ക്ക് വേണ്ടി സമോസ വാങ്ങിച്ചോണ്ട് വാ. അമ്മ ഒന്നും കഴിച്ചില്ലെന്നാ തോന്നുന്നത്. ആ ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇല്ല മോനെ, സമൂസ വേണ്ട. രാമുചേട്ടന്റെ കടയിലെ ലഡുവും മുറുക്കും ഉണ്ട്. രാമുചേട്ടന്റെ കടയിലെ പലഹാരമോ? ഓ, ഇത് കഴിക്കാൻ എത്ര നാളായി കൊതിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം, എന്നിട്ട് 3 പേർക്ക് ഇരുന്ന് കഴിക്കാം. വർഷയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായി, പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു. അമ്മയോട് ചോദിച്ച അമ്മയ്ക്ക് വിഷമാവോന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തോണ്ടിരുന്നു. ദിനേശും അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറച്ചു ദിവസത്തേക്ക് വൃന്ദ ഇളയ മകൾ വർഷയുടെയും ദിനേശിന്റെ കൂടെ നിന്നു. രണ്ടുപേരും കൂടെ അമ്മേനെ കറക്കി, ഷോപ്പിംഗ് ചെയ്യിപ്പിച്ചു, നല്ല സാരി വാങ്ങിക്കൊടുത്തു. അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർ ചെയ്തു കൊടുത്തു. അവിടുന്ന് പോകുന്ന വഴി വൃന്ദ ഒരു കാര്യം തീരുമാനിച്ചു. വീട്ടിലെത്തിയ ഉടനെ വൃന്ദ അവളുടെ വീടും സ്ഥലവും ഇളയ മകൾ വർഷയുടെ പേരിലാക്കി. കാരണം മൂത്ത മകൾ വലിയ പണക്കാരിയായിരുന്നു. മൂത്ത മകൾക്ക് ഒന്നിന്റെയും കുറവില്ലായിരുന്നു. ഇനി എന്തെങ്കിലും അവൾ കൊടുത്താൽ തന്നെ അവൾ അത് നിരസിക്കുകയും ചെയ്യും. ആവശ്യമുള്ള ഒരു സാധനം അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ അതിന്റെ വില മനസ്സിലാകുള്ളൂ. വർഷയുടെ മനസ്സ് വലുതായിരുന്നു. വർഷയ്ക്ക് ബന്ധങ്ങൾ വലുതു തന്നെയായിരുന്നു. അതുകൊണ്ട് വൃന്ദ ഇളയ മകൾ വർഷനെ തന്നെ സഹായിക്കാമെന്ന് കരുതി. അങ്ങനെ അവളുടെ വീടും സ്വത്തുമെല്ലാം വർഷയുടെ പേരിൽ ആക്കിക്കൊടുത്തു. Thanks for watching.